വിശ്വാസങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രവചനങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന ഐതിഹ്യമാണ് പാഴൂർ പടിപ്പുരയുടേത്. വായ്മൊഴിയായും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കഥകളായും തലമുറകളോളം വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പേരാണ് പാഴൂർ പടിപ്പുരയുടേത്. കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പാഴൂർ ഗ്രാമം. ഇവിടെ കാലപ്പഴക്കത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു പഴയ പടിപ്പുരയുണ്ട്, പാഴൂർ പടിപ്പുര. വെറുമൊരു പടിപ്പുരയല്ലിത്. നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സാംസ്കാരിക ജ്യോതിഷ പാരമ്പര്യത്തിൽ ഈ പടിപ്പുരയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഐതിഹ്യങ്ങളും ചരിത്രവും പാരമ്പര്യജ്ഞാനവും ഇവിടെ സമഞ്ജസമായി സമ്മേളിക്കുന്നു. ഇരുപത്തൊന്നാമത്തെ തലമുറയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു സ്ത്രീ പ്രജ ഈ പാഴൂർ പടിപ്പുരയിൽ ജ്യോതിഷ സ്ഥാനം ഏറ്റെടുക്കുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഉള്ള പ്രാധാന്യമാണ് പാഴൂർ പടിപ്പുരയും തലക്കുളത്തൂർ ഭട്ടതിരിയെക്കുറിച്ചും. അപ്പോൾ ആ തലക്കുളത്തൂർ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭ്രഷ്ട് സംഭവിക്കുമെന്നുള്ളൊരു യോഗമുള്ളതുകൊണ്ട് അദ്ദേഹം ആ ഭ്രഷ്ട് സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം സഞ്ചരിക്കുകയും ദേശാടനത്തിലൂടെ അദ്ദേഹം പാഴൂർ എന്ന ഗ്രാമത്തിലെത്തുകയും ചെയ്യുകയാണ്. പാഴൂർ പടിപ്പുര അന്ന് മുല്ലശ്ശേരി ഇല്ലമാണ്. ഇവിടെ ബ്രാഹ്മണ ആചാര്യന്മാർ നോക്കി തണുത്തിക്കൊണ്ടിരുന്ന ഇല്ലമാണ്. അദ്ദേഹത്തിന് താമസിക്കാനായി ഇവിടെ പുഴയോട് ചേർന്നൊരു സ്ഥലമുണ്ട്, അതാണ് കുളപ്പുര, പണ്ടത്തെ കുളപ്പുരയാണ്. അങ്ങനെ അദ്ദേഹം ഈ പാഴൂർ പുഴയിൽ ജലകേളി നടത്തുന്ന സമയത്ത്, അന്ന് ശക്തമായ ഇടിവെട്ടും മഴയെല്ലാം വരുന്ന സമയത്ത് ഗണക സമുദായത്തിലുള്ള ഒരു സ്ത്രീ തൻ്റെ ഭർത്താവാണെന്ന് കരുതി ഭട്ടതിരിയായി ഭ്രഷ്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിനക്കൊരു ആൺകുഞ്ഞ് പിറക്കുമെന്നും അദ്ദേഹം വലിയൊരു ജ്യോത്സ്യനായി തീരുമെന്നും അദ്ദേഹം ആ സ്ത്രീ അനുഗ്രഹിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരു കാലഘട്ടം വരുമ്പോൾ തലക്കുളത്തൂർ ഭട്ടതിരി തിരികെ വരാമെന്നും സ്ത്രീയോട് പ്രത്യേകം പറയുകയും ആ കുട്ടിയെ ജ്യോതിശാസ്ത്രം മുതൽ എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് തലക്കുളത്തൂർ ഭട്ടതിരി പറഞ്ഞത്. തലക്കുളത്തൂർ ഭട്ടതിരിയുടെ വാർദ്ധക്യാവസ്ഥയിൽ അദ്ദേഹം തിരികെ ഈ പാഴൂർ പടിപ്പുരയിൽ വരികയും അന്ന് അദ്ദേഹത്തിൻ്റെ മകനുണ്ടായ ചില തെറ്റുകളും തിരുത്തുകളും പ്രധാന വേദ അഭ്യാസങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം അന്ന് പറയുകയാണ്, പാഴൂർ പടിപ്പുരയിൽ പടിഞ്ഞാറേ പടിപ്പുരയിൽ എന്നെ സമാധി ഇരുത്തണമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അന്ന് മുതൽ 21ാമത്തെ തലമുറയിൽ വരെ എത്തി നിൽക്കുകയാണ് എൻ്റെ അച്ഛനിലൂടെ. പാഴൂർ പടിപ്പുരയുടെ കഥ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ കൂടി കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് പിറകിലാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന പ്രകാരം കൊല്ലവർഷം 300കളുടെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര പണ്ഡിതനായിരുന്നു തലക്കുളത്തൂർ ഭട്ടതിരി. കുട്ടിക്കാലം മുതലേ പ്രവചനശേഷിയുണ്ടായിരുന്ന അദ്ദേഹം ഓദിക്കന് കുട്ടികളുണ്ടാകാത്തതിന് പരിഹാരം നിർദ്ദേശിച്ചുവെന്നും തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭട്ടതിരി ജ്യോതിഷം പഠിച്ചത് എന്നും പറയപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പ്രവചനങ്ങളിലും ജ്യോതിശാസ്ത്ര വിദ്യാർത്ഥികൾക്കും
പണ്ഡിതന്മാർക്ക് ഒരുപോലെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ലഭ്യമാകുന്നത് പാഴൂർ പടിപ്പുരയിൽ നിന്നായിരുന്നു. കേരളത്തിലുള്ള ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് വരാഹമിഹിര ഹോരാശാസ്ത്രത്തിൻ്റെ ബൃഹത് ഹോരാശാസ്ത്രത്തിൻ്റെ ആഖ്യാനമായിട്ട് ലഭ്യമാകുന്ന ജ്യോതിശാസ്ത്ര അളവുകളുടെ ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെ ഭട്ടതിരിപ്പാടിൻ്റേതാണ്, തലക്കുളത്ത് ഭട്ടതിരിപ്പാടിൻ്റേതാണ്. അന്ന് നമ്മൾ ചിന്തിക്കുമ്പം ദശാധ്യായി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ദശാധ്യായിയിൽ ബൃഹത് ജാതകത്തിൻ്റെ 10 അധ്യായങ്ങൾ, ദശ അധ്യായം വളരെയധികം ഭംഗിയായിട്ട് ജ്യോതിശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. ആ ദശാധ്യായിയിൽ ബൃഹത് ജാതകത്തിലെ ബാക്കി 15 അധ്യായങ്ങളുടെ കാതലായിട്ടുള്ള ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ജ്യോതിശാസ്ത്ര മേഖലകളിലുള്ള ആളുകളുടെ വരവ് നമുക്കെല്ലാവർക്കും അറിയാം. പഴൂർ മനയിലേക്ക് അല്ലെങ്കിൽ പഴൂർ പടിപ്പുരയിലേക്ക് പോകുന്നത് തോണി കടന്നാണ്. ആ തോണി കടന്നുള്ള ആ മേഖലകളിൽ അവിടെ എത്തുന്ന അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ, അവിടെ വരുന്ന ജനങ്ങളുടെ ആശങ്കകളോ സംശയങ്ങളോ ഒക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചോദിച്ചറിയാൻ വേണ്ടി വരുന്നവരുടെ ബാഹുല്യം കൊണ്ട് ആ തോണി തുഴഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹം തന്നെ ഉണ്ടായിരുന്നതായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്രയധികം ജ്യോതിശാസ്ത്ര മേഖലകളിൽ സംഭാവന നൽകിയ ഐക്കൺ എന്ന് പറയാം നമ്മുടെ പാഴൂർ ഭട്ടതിരിപ്പാട്. നമ്മളുടെ നവഗ്രഹങ്ങൾ, അതുപോലെ നമ്മളുടെ 27 നക്ഷത്രങ്ങൾ, നമ്മളുടെ തിഥി, അതിനകത്ത് ശുക്ലപക്ഷം, അതുപോലെ തന്നെ കറുത്ത പക്ഷം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതായത് ശരിക്കും പ്യുവർലി അത് കാൽക്കുലേഷനാണ്. അതല്ലാതെ നമ്മൾക്ക് വെറുതെ ഇരുന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഒരാൾ വരുമ്പോൾ ആ സമയത്തിൻ്റെ ഉദയലഗ്നം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കർക്കിടക മാസമാണ്, സൂര്യൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്ന കർക്കിടകത്തിലാണ്. അപ്പോൾ ആ കർക്കിടക രാശിയിൽ ഉദിക്കുന്നു ഉദയാരൂഢം. അങ്ങനെ പ്രശ്നചിന്തനത്തിൽ നമ്മൾ 108 കവിട് നിരത്തിയാണ് നമ്മൾ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ആരൂഢമാണ് ആ സമയം, അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നാരൂഢമായി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പ്രശ്നാരൂഢത്തെയും ഉദയാരൂഢത്തെയും കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രശ്നം പറയുക. ഉദയാരൂഢമെല്ലാം കണക്കാക്കുന്നത് സൂര്യൻ്റെ കണക്കുകൾ, അതുപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ ശനി എവിടെ നിൽക്കുന്നു, നവഗ്രഹങ്ങളെയും നമ്മൾ റിലേറ്റ് ചെയ്തിട്ടേ നമുക്ക് പ്രശ്നം പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ 12 രാശിചക്രം, ആ 12 രാശിചക്രത്തിൽ ഈ ഗ്രഹങ്ങൾ എവിടെല്ലാം നിൽക്കുന്നു, അതിൻ്റെ ഭാവങ്ങൾ, ആ ഭാവാധിപന്മാർ എവിടെ നിൽക്കുന്നു, ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടേ നമുക്കൊരു രാശിയിൽ ഒരു ഫലം പറയാൻ പറ്റൂ. നമ്മളത് വെറുതെ നമുക്ക് ഉൾക്കൊണ്ട് പറയാൻ പറ്റില്ല. ബുധശുക്രന്മാർ കാവലിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന, നവഗ്രഹങ്ങൾ അനുഗ്രഹം ചൊരിയുന്ന, ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരുടെ അനുഗ്രഹാശസ്സുകൾ തങ്ങി നിൽക്കുന്ന പാഴൂർ പടിപ്പുരയുടെ ഐതിഹ്യം കേരള ജ്യോതിശാസ്ത്രത്തിൻ്റെയും ചരിത്രം കൂടിയാണ്. പാഴൂർ പടിപ്പുരയുടെ പ്രശസ്തി ശരിക്കും ദേവലോകത്തെത്തി എന്ന്, അതായത് ഈ ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അങ്ങനെ ബുധശുക്രന്മാർ ഈ പാഴൂർ പടിപ്പുരയിൽ പരീക്ഷിക്കാൻ വേണ്ടി വന്നു. അന്ന് ഇരുന്ന ഒരു ജ്യോത്സ്യർ, അതായത് അന്നത്തെ പ്രധാന ജ്യോത്സ്യർ ഗണിച്ചപ്പോൾ അവർ ഈ ബുധശുക്രന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ സ്ഥാനം ഒന്ന് ഗണിച്ച് തരാമോ എന്ന്. പക്ഷേ അദ്ദേഹം പഞ്ചാംഗം നോക്കി അവരിരിക്കുന്ന സ്ഥാനം കൃത്യമായി പറഞ്ഞിട്ടും ഇവരെന്ത് ചെയ്താൽ അംഗീകരിക്കുന്നില്ല ആ കാര്യം. പിന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാകുകയുണ്ടായി, ഇത് തന്നെ പരീക്ഷിക്കാനെത്തിയ ബുധശുക്രന്മാരാണെന്നും ഇവരെ ഇവിടെ തന്നെ നിർത്തണമെന്നും ഇദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അകത്തൊരു ഗ്രന്ഥം വച്ചിട്ടുണ്ട്, അതിൽ ഗണിച്ചാൽ ഒരിക്കലും തെറ്റാകില്ല എന്നുള്ളൊരു ബോധ്യം ഈ ജ്യോത്സ്യർക്ക് വരികയും ഞാൻ തിരികെ വരുന്നത് വരെ നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് മാറരുതെന്നും പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹം അകത്ത് പോയി ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ബുധശുക്രന്മാർ ഈ പാഴൂർ പടിപ്പുരയിൽ ഇന്നും അവരുടെ വാക്ക് പാലിക്കുവാൻ വേണ്ടി അവർ നിലകൊണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം.
പാഴൂർ പടിപ്പുര ഐതിഹ്യങ്ങളിലും കഥകളിലും ഗ്രന്ഥങ്ങളിലും മാത്രം ജീവിക്കുന്ന ഒരു മിത്തല്ല. അത് ഇന്നും ജീവിച്ചിരിക്കുന്ന വിശ്വാസമാണ്. ബുധനും ശുക്രനും കാവലിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പടിപ്പുര ഇന്നും അനേകായിരങ്ങളുടെ വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. നവഗ്രഹങ്ങളുടെ സ്ഥാനവും ഗണിതശാസ്ത്രവും ഹൃദിസ്ഥമാക്കിയ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ പിൻതലമുറക്കാർ ജ്യോതിഷത്തിൻ്റെ ആ മഹാ തേജസ് ഒരു അണയാദീപം പോലെ കെടാതെ കാത്തുസൂക്ഷിക്കുകയാണ്. ഞാൻ പാഴൂർ പടിപ്പുരയിൽ വരുന്നവരെ ജ്യോത്സ്യമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അച്ഛൻ പടിപ്പുരയിൽ തന്നെ ഇരുന്ന് രാശി വെച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് 2 ഭ്രഷ്ടാക്കൾ വന്നിരിക്കുന്നു, രാശി വയ്ക്കുന്നു. ഞാൻ അതുവഴി കടന്നു പോവുകയുണ്ടായി. ഉടനെ ഒരു പക്ഷി ഉപ്പൻ പറന്നു വരികയും അവിടെ രാശിചക്രത്തിൽ നിന്ന് എന്തോ ഒന്നിനെ എടുത്ത് പറന്നു പോവുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഈ പറന്നു പോയത് എന്താണെന്നും അവിടെ നിന്ന് എടുത്തു പോയത് എന്താണെന്നും അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഞാൻ അടുത്തു പോയി നിൽക്കുകയും അപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന ഒരു വിഷം തീണ്ടിയതായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് നിങ്ങളെ വിട്ട് പറന്നുപോയി എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ തന്നെ അവരുടെ കണ്ണുകൾ നിറയുന്നതാണ് ഞാൻ കാണാൻ ഇടവന്നത്. അതായിരുന്നു അവരുടെ പ്രശ്നവും. അപ്പോൾ ഈ രാശി വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ നിമിത്തം വളരെ പ്രധാനമാകുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനയിലൂടെയാണ്. പാഴൂർ പട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് വരുന്ന ഐതിഹ്യമാലയിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള വേറൊരു രസാവഹമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, വടക്കുംനാഥ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവൻ അണിയുന്ന വിഗ്രഹത്തിൽ നിന്നും ഒരു കണ്ണിൻ്റെ ഭാഗം നഷ്ടപ്പെട്ടതായിട്ട് ക്ഷേത്ര അധികാരികൾ അറിയിക്കുകയും അത് എപ്രകാരം നഷ്ടപ്പെട്ടു എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പാഴൂർ പട്ടതിരിപ്പാടിനോട് പ്രശ്നം വെച്ച് കണ്ടുപിടിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2 അക്ഷരങ്ങളായിരുന്നു അദ്ദേഹത്തിന് പ്രശ്നത്തിൽ നിന്ന് ഉദിച്ചു വന്നത്. ഒന്ന് കായും ഇഖായും. വളരെ മനോഹരമായിട്ട് ശങ്കുണ്ണി നായർ അത് പ്രതിപാദിക്കുന്നുണ്ട്. ഖായും ഇഖായും എന്ന് പറയുന്ന 2 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുന്ന് കളവ് പോയിട്ടുള്ളതെന്ന് പ്രവചിക്കപ്പെടുകയും ചെയ്യും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. പക്ഷേ അവിടെ കൂടി നിന്നവരെല്ലാം ചിന്തിച്ചത് കാക്കം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം സുപ്രസിദ്ധനായിട്ടുള്ള ഒരു കള്ളനാണ്, അദ്ദേഹമായിരിക്കും ഇത് മോഷ്ടിച്ചിട്ടുള്ള, ആ വ്യക്തിയായിരിക്കും ഇത് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും കരുതുകയും ചെയ്തു. അവസാനം ഭട്ടതിരിപ്പാടിനോട് തന്നെ പറഞ്ഞപ്പോൾ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അത് മറ്റാരുമല്ല, കാക്കയാണത് എടുത്തുകൊണ്ട് പോയത്. അതാണ് ആ 2 അക്ഷരങ്ങളിലൂടെ ഈ വിഗ്രഹത്തിലുള്ള കണ്ണ് അവിടുന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയി ഒരു കാക്ക തൊട്ടടുത്തിട്ടുള്ള ഒരു തെങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം അതിൻ്റെ സ്പോട്ട് വരെ സൂചിപ്പിക്കപ്പെട്ടു. ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ വിഗ്രഹത്തിലെ കണ്ണുകൾ ലഭ്യമാകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഈ കപടയാതി അക്ഷരക്രമങ്ങളനുസരിച്ച് നമ്പറുകളാണ് ജ്യോതിശാസ്ത്രത്തിൽ പ്രശ്നത്തിൽ തെളിയുന്നത്. അതനുസരിച്ച് വന്ന നമ്പർ അനുസരിച്ച് അദ്ദേഹം പ്രവചിച്ചത് ഒരു കാക്കയായിരുന്നു. അത്ര കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്നു ഭട്ടതിരിപ്പാട്. പാഴൂർ പടിപ്പുരയും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ആര് ജ്യോത്സ്യന്മാരായിരുന്നാലും തൃപ്പാഴൂരപ്പനെ ഒന്ന് തൊഴാതെ വണങ്ങാതെ അവർ ആ സ്ഥാനത്തൊരിക്കലും ഇരിക്കാറില്ല. കാരണം അദ്ദേഹം എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പ്രധാനം. കാരണം നമ്മളിവിടെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ തൃപ്പാഴൂരമ്പലത്തിലേക്കും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം എന്ന് പറയും. മാത്രമല്ല ഇന്ന് പാഴൂർ പെരുന്തൃക്കോവിൽ, പാഴൂർ പടിപ്പുര എല്ലാം പാഴൂരാണ്, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് ഇവിടെ ജ്യോത്സ്യനായിരുന്ന ഒരാളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഒരു തിരുമേനി വന്നിരുന്നു ഇവിടെ.
അപ്പം അന്ന് ജ്യോത്സ്യൻ ഒന്നും പറഞ്ഞില്ല, നാളെ നമ്മൾക്ക് രാശി വയ്ക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം പോയി അവിടെ ചെന്നു. അപ്പം അന്ന് ആ അമ്പലം അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇദ്ദേഹം അന്ന് രാവിലെ അവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലിലൊരു ശിവലിംഗം തടഞ്ഞു എന്നാണ് പറയുക. എന്നിട്ട് അദ്ദേഹം അത് അവിടെ എടുത്തു വെച്ചു. ഇവിടെ വന്ന് പ്രശ്നം നോക്കിയപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു, നിങ്ങൾ ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുക, അവിടെ അമ്പലം പണിയുക എന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ വലിയൊരു ക്ഷേത്രം വരികയും ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നത്. പാഴൂർ പടിപ്പുരയിൽ കിഴക്ക് വശത്തൂടെ ഇറങ്ങി വന്ന് ഇത് ആദ്യത്തെ പടിപ്പുര. ഇതാണ് ബുധശുക്രന്മാർ കുടിയിരിക്കുന്ന സ്ഥലം. പിന്നെ ഇത് രണ്ടാമത്തെ പടിപ്പുര. പടിഞ്ഞാറെ പടിപ്പുരയായ തലക്കളത്തൂർ ഭട്ടതിരിയുടെ സമാധി സ്ഥലം. അവിടെ ഇരുന്നാണ് എല്ലാ ദൈവജ്ഞന്മാരും പ്രശ്നം പറയുക. ഇവിടെ തെക്കുവശത്ത് ഈ കുടുംബത്തിലുണ്ടായിരുന്ന സകല ആചാര്യന്മാരും ഇരിക്കുന്ന സ്ഥലമാണിത്. 21 തലമുറയുണ്ട്. 21ാമത്തെ തലമുറയാണ് എൻ്റെ അച്ഛൻ. എല്ലാ ദിവസവും ജ്യോത്സ്യരായിരിക്കുന്ന ആചാര്യൻ അദ്ദേഹം തേവാരം കഴിയാതെ വരില്ല. അതെല്ലാം നാലുകെട്ടിലാണ് ഇരിക്കുന്നത്. ഇന്നും തലക്കളത്തൂർ ഭട്ടതിരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേവാരമൂർത്തികളെ തന്നെയാണ് ഇന്നും പ്രാർത്ഥിച്ചും ആചരിച്ചും തേവാരം കഴിച്ചു കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇന്നും ഇവിടെ ശ്രീധർമ്മശാസ്താവിൻ്റെ സർപ്പദൈവങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ അതിൻ്റെ കിണർ, എല്ലാ കാര്യങ്ങളും ആചരിച്ച് ഇന്നും വർഷത്തിലൊരിക്കൽ സർപ്പബലി നടത്തിക്കൊണ്ടു പോകുന്ന ആചാരവും നമ്മൾ പുലർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇന്നും ഇവിടെയുള്ള ഓരോ കൊത്തുപണികളും പെരുന്തച്ഛൻ്റെ കാലത്ത് പണിത് തീർത്തതാണ്. ഇന്നും അതെല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ പടിപ്പുര എന്ന് പറയുന്നത് ഏകദേശം 1400 വർഷത്തെ പഴക്കമുണ്ട്. അതിന് മുമ്പുള്ള കണക്കാണ്, അതായത് 1800 പറയുന്നത്. എങ്കിലും 1400 എന്തായാലും കുറയാതെയുണ്ട്. ഇന്നും ആ പടിപ്പുര അതുപോലെ നാലുകെട്ട് എല്ലാം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വയ്ക്കുക എന്നത് പഴഞ്ചൊല്ലുപോലെ ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞു. ഉത്തരം കിട്ടാത്ത ഏതു പ്രഹേളികയ്ക്കും ജ്യോതിശാസ്ത്രത്തിലൂടെ മറുപടി ലഭിക്കുമെന്ന വിശ്വാസമാണ് ഇതിൻ്റെ പിൻബലം. കൃത്യമായൊരു സാധന, പ്രാർത്ഥന, ജപം ഇതില്ലാതെ നമ്മൾക്ക് ഒരക്ഷരം പോലും പറയാൻ പറ്റില്ല. അതിന് വലിയൊരു ഉദാഹരണമുണ്ട്. കാരണം തലക്കളത്തൂർ ഭട്ടതിരിയുടെ ആദ്യത്തെ സന്താനം മരണപ്പെടുകയാണ് ചെയ്തത് ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജാതകമായി വലിയൊരു ആചാര്യൻ്റെ അടുത്ത് പോയി എന്നാണ് പറയുക. അങ്ങനെ ആ ചെന്നപ്പം അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ സാധനകളുടെ കുറവ് കൊണ്ടാണ് നിങ്ങളുടെ മകൻ മരണപ്പെടുന്ന വിഷയം. കാരണം അദ്ദേഹം ഗണിച്ചപ്പോൾ മകൻ്റെ ആയുസ് ദീർഘായുസായിട്ടാണ് കണ്ടത്. പക്ഷേ മകൻ 1.5 വർഷക്കാലം കൊണ്ട് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എങ്ങനെ തെറ്റി എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ആചാര്യൻ അല്ലെങ്കിൽ ഒരു കുലഗുരു എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ആ ദൈവീകത അല്ലെങ്കിൽ നമ്മളുടെ സാധന ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഗണിച്ചത് തെറ്റി എന്നുള്ളത്. അപ്പോൾ എന്നും നമ്മളുടെ ഒരു ജപം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ സാധന ഇല്ലാതെ നമ്മൾക്കൊരിക്കലും ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾക്കത് തെറ്റും. ജ്യോതിഷം സത്യമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ള കാര്യങ്ങളിലുള്ള തർക്കം വളരെ കാലങ്ങളായിട്ട് ഇവിടെ നിലവിലുള്ളതാണ്.
ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ജ്യോതിശാസ്ത്ര സംബന്ധമായ ഏതൊരു കാര്യങ്ങൾക്കും അന്തിമമായ ഒരു ആസ്ഥാനം എന്ന് നമുക്കിന്നും വിശ്വസിക്കപ്പെടുന്നത് പഠിപ്പുരയാണ്. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജ്യോതിശാസ്ത്ര മേഖലയിൽ. ഇന്നും തലക്കുളത്തൂർ ഭട്ടതിരിയുടെ സമാധി കുടികൊള്ളുന്ന പഠിപ്പുരയിൽ നിന്ന് പ്രശ്നം വച്ചാൽ തങ്ങളുടെ സമസ്യകൾക്ക് ഉത്തരം കിട്ടുമെന്ന വിശ്വാസമാണ് അനേകായിരം പേരെ ഇവിടെ എത്തിക്കുന്നത്. ഇത് വെറുമൊരു പഠിപ്പുരയല്ല. ഈ വാതിൽ തുറക്കുന്നത് തലമുറകളുടെ പ്രവചന പൈതൃകത്തിലേക്കാണ്.